മുടിഞ്ഞേനെ. ആഹാ, അച്ഛനങ്ങ് കുട്ടപ്പനായിട്ടുണ്ടല്ലോ. ആ, നമ്മുടെ ഒരു പാർട്ടിക്ക് പോവല്ലേ, ആളും പേരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. എന്നെ കണ്ട ഒരു അമേരിക്കൻ ലുക്ക് ഉണ്ടോ? ഉണ്ടെന്നേ. ആ, ഓക്കെ, ശരി, നമുക്ക് പോവാം. എന്നാ അടിപൊളി പാർട്ടിയായിരുന്നു. അയ്യോ, ചിക്കൻ തിക്ക, ബട്ടർ ചിക്കൻ, ഫ്രൈഡ് റൈസ്, KFC എന്ന് വേണ്ട, ശരിക്കും ഒരു പിടി മേടിച്ചു. അയ്യോ, ഇനി 1-2 ദിവസത്തേക്കൊന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല. അല്ല, ചിക്കൻ ചില്ലിക്ക് അല്പം എരിവ് കൂടിയോ എന്നൊരു സംശയം. എന്നാൽ എൻ്റെ ഉപവാസം മുടങ്ങി ഓർക്കുമ്പോഴാണ് വിഷമം. വിശ്വാസികൾ ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാ. വയറ് വല്ലാതെ സ്തംഭിച്ചിരിക്കുന്ന തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ വയറ് കണ്ട ആമ കമുകിൽ കയറിയതുപോലെ തോന്നും. മാത്തുകുട്ടിച്ചായ. അയ്യോ, ആരാതേ? മാത്തുകുട്ടിച്ചായ. അയ്യോ അയ്യോ, കർത്താവേ, പാസ്റ്റർ വരുന്നെന്നാ തോന്നുന്നേ. ദൈവമേ, എൻ്റെ ഉപവാസം മുടങ്ങാൻ അറിഞ്ഞാവോ? പുതിയ പാസ്റ്റർ, കൃപയുള്ള മനുഷ്യനാ. ദൈവമേ, എന്താണോ ഇപ്പോൾ വരുന്നത്? കർത്താവേ, സോദര ദൈവമേ, പാസ്റ്റർ വരുന്നെന്നാ തോന്നുന്നേ. അയ്യോ, അറിഞ്ഞോ ആവോ? അയ്യോ, ഇതാരെ പാസ്റ്ററോ? പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നിട്ട് ഇരിക്കണം. അച്ചായനെ വന്ന് കാണണമെന്ന് ഒരു പ്രത്യേക നിയോഗമുള്ളതുകൊണ്ട് വന്നതാണ്. ഉപവാസമൊക്കെ എവിടം വരെയായി? ചിക്കൻ തിക്ക, ബട്ടർ ചിക്കൻ, KFC. അയ്യോ, ഉപവാസം മുടങ്ങിപ്പോയി. അതെന്ത് പറ്റി അച്ചായ? പലപ്പോഴും ഉപവാസം എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പിശാച് എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്ന് അത് മുടക്കി കളയും. ബർത്ത്ഡേ പാർട്ടി എന്ന് കേട്ടപ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് മാറുന്നു. നമ്മുടെ തമ്പുക്കുട്ടി വന്ന് വിളിച്ചപ്പോൾ ഉപവാസം അങ്ങ് മറന്നുപോയി. അത് ശരി. ഞാൻ അല്പനേരം അച്ചായൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നോർത്ത് വന്നതാണ്. പാസ്റ്റർ, എന്നോട് ക്ഷമിക്കണം. മാത്തുകുട്ടിച്ചായ, സാഹചര്യം അനുസരിച്ച് മാറുന്നതല്ല ദൈവസഭയിൽ നാം എടുക്കുന്ന തീരുമാനം. അയ്യോ, നേർന്നാൽ അത് നിവർത്തിക്കണം. പ്രതിസന്ധികൾ പലതും കടന്നു വരും, പക്ഷേ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് നാം വ്യതിചലിക്കരുത്. ഞാൻ തുറന്നു പറയുന്നതിൽ അച്ചായന് വിഷമം തോന്നരുത്. അച്ചായ വെറുതെ ഭക്ഷണം വെടിഞ്ഞ് പായ വിരിച്ചിരുന്നാൽ ഉപവാസമാകയില്ല. ദൈവവചനം പറയുന്നത് യഹോവയുടെ വിശുദ്ധ ബഹുമാനയോഗ്യം എന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുമെങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. ബാഹ്യമായ അഭിനയം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അച്ചായൻ കുവൈറ്റിൽ വന്നിട്ട് 20 വർഷം കഴിഞ്ഞില്ലേ? ഇന്നും തിരുവല്ല സഭയുടെ കാര്യം പറഞ്ഞ് കൊണ്ടിരിക്കുന്നല്ലാതെ എന്തെങ്കിലും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശരിയാ പാസ്റ്റർ, എനിക്ക് പലതിലും എന്നെ തന്നെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം പാസ്റ്റർ. അച്ചായൻ്റെ ജീവിതത്തിൽ ഒത്തിരി ക്രമീകരണം ആവശ്യമുണ്ട്. അച്ചായൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉപവസിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സന്ദർശകരെ ഒഴിവാക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. വ്യർത്ഥ സംസാരം ഒഴിവാക്കണം. ദൈവവചനം കൂടുതലായി ധ്യാനിക്കണം. ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി ഒഴിവാക്കണം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ഇത്രയൊക്കെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ പിശാചിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ.